സാർ. തലേ തേങ്ങ വീണോണാണല്ലോ പറയുന്നത്. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല എന്നോട്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഇദ്ദേഹത്തിന് അല്ലെങ്കിലും ഈ വിളിക്കാത്തടത്ത് ഇങ്ങനെ വലിഞ്ഞു കയറി വരുന്ന ഒരു പരിപാടി പണ്ടേ ഇല്ല. ഞാനെന്ന ഒരു രാജിക്കത്ത്. കുറെ സന്തോഷം പാറു. സത്യത്തിൽ പാറുവിനെ എനിക്ക് മിസ് ചെയ്തു. പിന്നെ നമ്മുടെ ഈ ചക്കരയും പിന്നെ മറ്റേ ചക്കരയും പിന്നെ ഇവിടെ ജയിച്ച് തൊപ്പിയിട്ട് നടക്കുന്ന എന്റെ പ്രൊഡ്യൂസർ സതീഷിനെയും കൺവിൻസിങ് സ്റ്റാർ എല്ലാരും മിസ്. പിന്നെ നമുക്ക് അവരുടെ കാര്യം പറയേണ്ട കാര്യമില്ല. അവരെല്ലാം അവരെപ്പോഴും നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് പക്ഷെ അതുപോലെ തന്നെ ഹരിയും ഇവിടൊക്കെ തന്നെ ഉണ്ട്. തൂണിലും തുരുമ്പിലും എന്തിനേറെ പറയുന്നു, നമ്മുടെ LED വാളിൽ വരെ ഉണ്ട്. അപ്പൊ വരുന്നുണ്ട് കാണാം. ഓക്കേ, എന്തൊക്കെയുണ്ട് ഗൈസ്, സുഖമാണോ? പിന്നെ അപ്പൊ ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഇച്ചിരി തിരക്കിലായി പോയി. എന്റെ കുറച്ച് ഷോസ് ഒക്കെ വന്നിങ്ങനെ ഞാൻ ലോക്കായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മൈ ഡിയർ കണ്ടസ്റ്റൻസ്, മൈ ഡിയേഴ്സ് എനിക്ക് വരാൻ പറ്റാത്തത്. ഹായ് ജഡ്ജസ്, ഷാനുക്ക, ഐ മിസ് യു. ശരത്തേട്ടനോടുണ്ടെന്ന് അറിയാം, ഐ മിസ് യു ടു. എന്തായാലും ഞാൻ തീർച്ചയായിട്ടും ഉടനെ തന്നെ തിരിച്ച് സൂപ്പർ സ്റ്റാറിന്റെ സെറ്റിൽ വരും. നിങ്ങൾ എങ്ങനെ ഇപ്പം എന്നെ അങ്ങ് അവോയ്ഡ് ചെയ്യണ്ട, ഞാൻ ഉടനെ വരുന്നതായിരിക്കും. നമുക്ക് പൊളിക്കാം. ഐ റിയലി മിസ് യു ഗൈസ് ആൻഡ് ദ എൻറ്റയർ ക്രൂ ഓഫ് സൂപ്പർ സ്റ്റാർ. നിങ്ങളെ മാത്രമല്ല, നീ അങ്ങോട്ട് പൊളിക്കാൻ പോവാണ്. ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡ്സ് ഒക്കെ വേറെ ലെവലിലോട്ട് പോകാൻ പോവാണ്. സോ ഐ വിൽ ജോയിൻ സൂൺ. അതുവരെ വല്ലാത്ത മിസ്സിംഗ് അല്ലേ? ഭയങ്കര മിസ്സിംഗ് തന്നെയാണ് ഡെഫിനറ്റ്ലി. കാരണം സൂപ്പർ സ്റ്റാർ തുടങ്ങിയ ആ സമയം തൊട്ട് ആ ചെയറിൽ ഇരിക്കുന്ന ഒരാളാണല്ലോ. അത് മാത്രമല്ല, അവന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഒരു സന്തോഷമായി മനസ്സിൽ. പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കര എന്താ പോലെ. അപ്പൊ ശരത് സാർ, എന്തോ വീണ്ടും വെൽക്കം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പോയപ്പോ ഇത്രയും പെട്ടെന്ന് തിരിച്ചു വരുന്ന ഞാൻ വിചാരിച്ചതേ ഇല്ല. ഞാൻ വന്ന തെറ്റായി പോയോ? ഇല്ല, ഞാൻ കുറെ മലയാളമൊക്കെ നന്നായി പഠിച്ചു. അപ്പൊ തുടങ്ങാം. പിന്നെ പിള്ളേരെ പാട്ട് പഠിപ്പിക്കണോ അതോ ഇവളെ മലയാളം പഠിപ്പിക്കണോ? തുടങ്ങാം. എന്നാ പിന്നെ നിങ്ങൾ രണ്ടുപേരും താങ്ക് യു സോ മച്ച്. ഇനി അപ്പുറത്തേക്ക് ഒരാളെ കൊണ്ടുവരണ്ടേ? ഞാനിന്ന് ഹരിയുടെ സ്ഥാനം ഏറ്റെടുക്കാന്ന് വെച്ചു. ഞാൻ ഷാനിന്റെ സ്ഥാനവും. ആ സ്ഥാനം എങ്ങനെയുണ്ട്? നല്ല രസം. നടുക്കിരിക്കാൻ നല്ല സുഖമുണ്ടല്ലേ? നല്ല സുഖം. അപ്പുറം ഇപ്പുറം പിച്ചിയൊക്കെ ചെയ്യാൻ. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ശരത് സാറ് നന്നായി പിച്ചി മാതിയൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരാളെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ വിളിക്കാം. എനിക്ക് തോന്നുന്നു പല ഭാഷകളിൽ നമ്മൾ ആളുടെ സോങ്സ് കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 90s കാലഘട്ടത്തിലൊക്കെ ആളുടെ കുറെ റൊമാൻറ്റിക് സോങ്സ് ഒക്കെ കേട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പോഴും നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കാണ് ആള് പാടി ഓരോ പാട്ടുകളും. അപ്പൊ ഞാൻ പേര് പറയുന്നില്ല, നമുക്ക് വോയിസ് വെച്ചിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യാം. എങ്ങനെയുണ്ട്? ഇല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. ഓക്കെ. മഞ്ഞ് പോലെ മാൻ കുഞ്ഞു പോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ. അണ്ണാച്ചി എന്തോ വായോ. മഞ്ഞു പോലെ മാൻ കുഞ്ഞു പോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ. വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. അണ്ണാച്ചി കൈയോട്. യെസ്, എനിക്ക് തോന്നുന്നു സാറിനെയാണ് ആദ്യമായിട്ട് ശരത് സാർ അണ്ണാച്ചി എന്ന് വിളിക്കുന്നത് അല്ലേ? അണ്ണാച്ചി എന്നാണോ കിണ്ണാച്ചി? ഞാൻ കിണ്ണാച്ചി. ഞാൻ അണ്ണാച്ചി. എന്നെ അണ്ണാച്ചി അണ്ണാച്ചി എന്ന് വിളിക്കുന്നത്. കിണ്ണാച്ചി ബന്ധം. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന എന്ത് നല്ല പേരുകൾ. ഓക്കെ, പറയൂ സർ, എന്ത് തോന്നുന്നു നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ ഈ ഒരു വേദി? നമുക്ക് ഒരുപാട് സന്തോഷം. ഞാൻ നേരത്തെ ഒരിക്കൽ വന്നിട്ടുണ്ട് സൂപ്പർ സ്റ്റാറിൽ, ലോങ് ബാക്ക്. സ്റ്റീഫൻ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത്. സൂപ്പർ സ്റ്റാർ പയണിയർ അല്ല, ഇവിടെ റിയാലിറ്റി ഷോസിൽ ശരിക്കും ഒരു തരംഗം സൃഷ്ടിച്ച ഒരു സ്റ്റേജാണിത്. ഒരുപാട് ഗ്രേറ്റ് ടാലൻസ് ഹാവ് കം ത്രൂ ദിസ്. ഐ വാസ് റിയലി ഹാപ്പി ടു ബി ഹിയർ. ആൻഡ് ഈ കുട്ടികളുടെ പാട്ടുകൾ കേട്ട്
ഹാപ്പി ആയിട്ട് പാടൂ, ദാറ്റ്സ് ഓൾ. എനിക്ക് തോന്നുന്നു ആ പാട്ട് അവിടെ നിന്ന് കേട്ടിട്ട് നമുക്ക് മതിയായിട്ടില്ല അല്ലെ, കുറച്ചേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് ഞങ്ങൾക്കൊരു 4 വരെ ഒന്ന് കേൾക്കാം. ഓക്കെ. മുത്തുപോലെ തത്ത പോലെ മിന്നൽ പോലെ ഇളം തെന്നൽ പോലെ മഞ്ഞു പോലെ മാൻ കുഞ്ഞു പോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ നെഞ്ചലിഞ്ഞ കിളി പോലെ അവൾ അഞ്ചിതളിൽ പടരും പഞ്ചമത്തിൻ മടിയിൽ പുഞ്ചിരിക്കും പൂ പോലെ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് പാട്ടുകൾ ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ പാടി തന്നെ ഇടയ്ക്കിടയ്ക്ക്. ഇവരുടെ പാട്ടാണ് കേൾക്കേണ്ടത്. Anyway, great. All the best to you. Sing well. ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ. അപ്പൊ നമുക്ക് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, Absolutely. ദീപ്തമീ പ്രകാശദോ